ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന തങ്കമ്മ എന്നു പേരുള്ള, ഞങ്ങളെല്ലാം തങ്കമ്മ ആൻറ്റി എന്ന് വിളിക്കുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഒന്നിച്ച് ലോകയാത്രയൊക്കെ നടത്തുന്ന 60 കഴിഞ്ഞ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുന്ന മുംബൈയിലെ കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപികയായിരുന്ന ആൻറ്റിയെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഞങ്ങൾ ഇന്ന് ഉളനാടുള്ള ആൻറ്റിയുടെ വീട്ടിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. തങ്കമ്മ ആൻറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻറ്റി ഒരു അയൺ ലേഡിയാണ്. ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അവർ ഒറ്റക്ക് എല്ലാ കാര്യങ്ങളും, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക്, അതുപോലെ യാത്രകൾ ചെയ്യാൻ എവിടെ വേണമെങ്കിലും എവറസ്റ്റിൽ വേണമെങ്കിലും ആൻറ്റി കയറാൻ തയ്യാറാണ്. അത്രയ്ക്ക് ആക്റ്റീവാണ്, ഭയങ്കര വൈബ്രൻ്റ് ആണ്. അവരെല്ലാം നമ്മൾ കണ്ടുപഠിക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ആൻറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആൻറ്റിയുമായിട്ടുള്ള ആൻറ്റിയുടെ വീട്ടിലെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഉള്ള ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻറ്റി അവിടെ വളർത്തിയിരിക്കുന്ന കുറേ മരങ്ങളുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പട്ടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കാണാം. കാരണം ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ നഗരത്തിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ. ഉച്ചക്ക് മുമ്പേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് പുറത്തുനിന്ന് കഴിച്ചിട്ട് പതുക്കെ ഞങ്ങൾ ആൻറ്റിയുടെ ഉളനാടെന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലേക്ക് പതുക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ആൻറ്റിയുടെ വീട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി വീടാണത്. അപ്പോൾ ഇതൊരു നാട്ടമ്പുറമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ആൻറ്റിനെയൊക്കെ ഒന്ന് കണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. ഇതൊരു നാട്ടമ്പുറമാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ. ഞാൻ ഇവിടുത്തെ മണിക്കുട്ടി അല്ലേ, ഇവിടെ ആൻറ്റിയുടെ കൂടെ ഉള്ളതാ. അപ്പം എന്താ 2 ഡോഗ്സ് ഉണ്ട്. ആൻറ്റി വളരെ ഇതായിട്ട് വളർത്തണതില്ല എന്താ കൂടെയൊക്കെ ഉണ്ടാക്കി ഡിഫറെൻ്റ് ആയിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുണ്ട്. ചെറിയ പ്ലാവ്, ഇതിനകത്ത് ചക്കയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഞാവൽ, സീതപ്പഴം, ആത്തച്ചക്ക എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തു. ഇത് നാരകം. അങ്ങനെ എനിക്ക് പേരറിയാത്ത ഒരുപാട് കാര്യമുണ്ട്. പപ്പായ, തായ്ലൻഡ് മാവാ, ഇത് രണ്ടും കായ്ക്കും. ഏത് ഇതാ? ഈ മരോ? ഇത് തായ്ലൻഡ് മാവല്ലേ? തായ്ലൻഡ് മാവ്. പക്ഷെ അത് രണ്ടും കായ്ച്ചു, അത് വേഗം കായ്ക്കും. ഒരാണ്ട് കഴിഞ്ഞപ്പോഴത്തേനും കായ്ക്കും. ഇത് സപ്പോർട്ടയാട്ടോ. പക്ഷെ വരെയുള്ള ടൈപ്പ്. പക്ഷെ കായ അതുപോലെയല്ല. കായ ഇതങ്ങനെ കായ്ച്ചില്ല, അത് കേടായിപ്പോയി. കളഞ്ഞപ്പോ ഇനിയായിരുന്നു വന്നത് അത്. ഓഹോ. അതൊക്കെ അവരിങ്ങനെ ഇത് ഇന്നലെ പണിതാ. ഇവിടെ ഇതെല്ലാം നല്ല പണിയാണ്. എക്സസൈസ് ഒന്നും ചെയ്യണ്ട. ചെമ്പരത്തി ഉണ്ട്. അങ്ങോട്ട് പുറയിലൊക്കെ റബ്ബറാണല്ലേ? നിറച്ചുണ്ട് കേട്ടോ, ചുറ്റും ചെമ്പരത്തി. അവക്കാടോ? ഓക്കെ. അപ്പൊ പറഞ്ഞാലും മനസ്സിലാവും. അവക്കാടോ, ഇത് അവക്കാടോ. നമുക്ക് ഇച്ചിരി ക്ഷീണ, വെയിലല്ലേ, വെയിലുള്ള. ഇത് 2 തട്ടുള്ളതുണ്ട്, സിംഗിൾ ഉണ്ട്. ഈ പ്ലാവ് കായ്ച്ചതാട്ടോ, നല്ല ചുമന്ന ചക്കച്ചുള്ളയാകും. തായ്ലൻഡാണ്? അല്ല, അതിന്റെ പേരെന്നാണ് എനിക്കറിയത്തില്ല. ഇത് മുള്ളാത്ത ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഭയങ്കര അല്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഇഷ്ടം പോലെ കഴിച്ചാ വെറുതെ. എന്റെ മരം ഞാൻ പറഞ്ഞില്ലേ, അയാളെ ഇത് വെച്ചിട്ടാണ് അപ്പമൊക്കെ ഉണ്ടാക്കണത്. കുമ്പളപ്പം അപ്പം ഉണ്ടാക്കുന്നത്. നല്ല മണമാണ്, സ്പൈസസിന്റെ ഒക്കെ മണം. ഇതാണ് ഇടണം. പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇനി നേരം വെച്ചോട്ടെ. ഇതാണ് സംഗതി, ഇടണം. ഇത് കണ്ടോ, ഇത് ആദ്യം ഉണ്ടായതാ. ഈ പൂവല്ലേ? ഇത് ഒരു മാങ്ങ നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഉണ്ടായിരുന്ന പറഞ്ഞു. അല്ല, ഇത് താഴേക്ക് ഒന്നും ഉണ്ടാവൂലായിരിക്കും. ഇത്ര വലിയ സ്ലാബ് വാർപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ റൗണ്ട്. ഈ മീന് അതിന് 5 വയസ്സായി. അതുകൊണ്ട് ഇത് വലിപ്പം വെച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം എന്നെ മോൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, അമ്മ മീനെ വളർത്തിയിട്ട് എനിക്ക് ഒരെണ്ണം പോലും ചുട്ട് തന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, ചുട്ട് തരാം. അന്നേരം അവള് പറഞ്ഞു, ഇത്ര വയസ്സായില്ല. ഞാൻ പറഞ്ഞു, കടലിൽ കിടക്കുന്ന മീൻ്റെ വയസ്സാണ് നീ പിടിച്ച് തിന്നുന്നതെന്ന് ചോദിച്ചു. നിറച്ച് കഴിക്കുന്ന കേട്ടോ. ആണല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന പറഞ്ഞ മുന്തിരിപ്പ്. ഇത് എനിക്ക് ആയിട്ട് എന്ത് പേരാണ്? എന്ത് പേര്? അത് ശരി. പല പല ഡിഫറെന്റ് വെറൈറ്റീസ്. വെണ്ടക്കായ, ചീര, പിന്നെ കോവക്ക ഇങ്ങനെ പടർത്തിയിട്ടാണ്. കുറേ ഒക്കെ ഉണങ്ങി പുതിയ തോരന്ന് വരുന്നുണ്ട് തന്നെ.
എന്നാ ഇത് കോവക്കടേതാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആൻറ്റി ഇവിടെ വെച്ച് പിടിപ്പിച്ചത്. വെണ്ടക്കാണ്ട ഇതൊക്കെ ആൻറ്റി വെച്ച് പിടിപ്പിക്കുന്ന ഇവിടെ വരും. അതിൻ്റെ ഇടയിൽ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. ജമ്മന്തി ഉണ്ട്, പച്ചച്ചീര, ചുമന്ന ചീര, എന്താ നാച്ചുറലായിട്ടുള്ള വഴുതളങ്ങ, അങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട്. ആൻറ്റി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. മുല്ലകൾ, അത് പൊങ്ങി 3 നിറവാണ്. ഇവിടെ ആൻറ്റി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ യാത്ര ചെയ്യണ വണ്ടിയാണിത്. 2 വീലറിലിടക്ക് പോവും. ആൻറ്റി ഇന്ന് മീൻ മേടിക്കാൻ പോയ വണ്ടിയാന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ യാത്ര ചെയ്യും, സമയം കിട്ടും. ഈ വീട്ടിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുഞ്ഞാണ് ഇവിടുന്ന് ഊഞ്ഞാലാട്. ആൻറ്റി നിർബന്ധിച്ചുകൊണ്ട് അന്ന് രാത്രി ഞങ്ങൾ ആൻറ്റിയുടെ കൂടെ അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്നാണ് പോകുന്നത് ഞങ്ങൾ. അപ്പോൾ ആൻറ്റി ആ പറമ്പിൽ നിന്ന് കിട്ടിയ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചതാകെ മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അടിപൊളിയായിട്ട് ആൻറ്റി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അവിടെ തന്നെ ഉണ്ടാക്കിയ അവിടെ നിന്നുണ്ടായിരുന്ന കാന്താരി, പോർക്ക് ഫ്രൈ, മധുരക്കിഴങ്ങ്, അതേപോലെ തന്നെ നല്ല എരിവിട്ട മീൻകറി, പിന്നെ പപ്പായ ഉണ്ടായിരുന്നു, അതേപോലെ പേരക്ക, നല്ല ചുവന്ന പേരക്ക, അടിപൊളി. ഇത് പൊമഗ്രാനൈറ്റ് തൊലി കളഞ്ഞ് വെച്ചേക്കണായിരുന്നു ആൻറ്റി. നല്ല അടിപൊളി മീൻകറി കേട്ടാ. കപ്പ, വെജ്, ഇതെല്ലാം ആൻറ്റിയുടെ പറമ്പിൽ നിന്നാണ് കേട്ടോ എല്ലാ സംഗതികളും നമുക്ക് ഉണ്ടാക്കി തന്നത്. ഭക്ഷണം എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളി മീൻകറിയും കപ്പയും ചോറെല്ലാം ആൻറ്റി ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിലും എല്ലാവർക്കും ഇഷ്ടം കപ്പ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും അത് നന്നായിട്ട് നല്ല ആഘോഷകരമായിട്ട് തന്നെ ഞാൻ കഴിച്ചു. ആൻറ്റിയുടെ നല്ല കൈപ്പുണ്യമാണ്. ആൻറ്റി ഇതെല്ലാം ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ, അത് തന്നെ വലിയൊരു കാര്യം. ഞങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം തരാനുള്ള ആൻറ്റിയുടെ ആ ഒരു നല്ലൊരു മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആൻറ്റിയോട് രാവിലെ തന്നെ അവിടുന്ന് കാപ്പിയെല്ലാം കുടിച്ചുകൊണ്ട് അവിടുന്ന് രാവിലെ യാത്ര ചെയ്യും. ഒത്തിരി താങ്ക്സ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാവട്ടെ. വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.